നന്നായി പഴുത്ത ഏത്തപ്പഴം കൊണ്ട് നമുക്ക് തയ്യാറാക്കാം ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 4 ഏത്തപ്പഴമാണ് നന്നായിട്ട് പഴുത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ പഴങ്ങളെല്ലാം നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ പഴം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് ഒരു 3 ഏലക്കായ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര, നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇതിലേക്ക് ഇടാം. നമുക്ക് പഞ്ചസാരയോ ശർക്കരയോ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതാന്ന് വെച്ചാൽ ഉപയോഗിക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ ഒരു സാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ബനാന ബാറ്റർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് തയ്യാറാക്കിയപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇതായി ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതേ ബാറ്റർ നമ്മളത് ഇങ്ങനെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദാ മാവ് അല്ലെങ്കിൽ ഗോതമ്പ് മാവ്, രണ്ടിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഒരു നന്നായിട്ടൊരു ഇതേ ഒരു ഫോമിൽ തന്നെ തിക്കായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് ഒരു 1/4 കപ്പോളം മൈദമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് വിധം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം തിക്കാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വേണേൽ ചേർത്താൽ മതി കേട്ടോ. നിങ്ങൾക്കിപ്പം വേണ്ട എനിക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിൽ ഒരല്പം വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് തിക്കാണ് കേട്ടോ ഇത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. ഞാനിത് അരച്ചെടുത്തതിൽ നിന്ന് 1/2 കപ്പോളം ഏത്തപ്പഴ മിക്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കഴിഞ്ഞ് ബാക്കിയുള്ളതിലാണ് ഞാനിപ്പോൾ ഇത് മാവ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പോഞ്ചി പോലെ പൊന്തി വരുന്നതായിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരയ്ക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് വലുതായിട്ട് ഉണ്ടാക്കിയെടുക്കാം. രണ്ടായിരുന്നാലും വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കാകുമ്പോൾ ഇതുപോലുള്ള ഷേപ്പിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ഇഷ്ടമാവും. അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചിയാണ്. സ്പോഞ്ച് കഴിക്കുന്നതുകൊണ്ട് തന്നെ വളരെയധികം ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റിയാണ്.